എയിമസ്പോട്ട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഏവർക്കും എയിമസ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അലിറ്റ്സ എസ് എബ്രഹാം, ഹൈദരാബാദിൽ നിന്ന്. ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക ചിന്തകൾ, ജാതിവ്യവസ്ഥ, മതവ്യത്യാസങ്ങൾ തുടങ്ങിയ സാമൂഹിക ജീർണതകളെ പ്രതിരോധിക്കാനും സമത്വം, സഹാനുഭൂതി എന്നിവ പ്രചരിപ്പിക്കാനും വലിയ പ്രേരണയാണ്. ഈ സന്ദേശങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തെലങ്കാന യൂണിറ്റ്, കേരള സർക്കാർ, ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം എന്നിവ സംയുക്തമായി പ്രബന്ധരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 16-ന് ഫിറോസ്ഗുഡ NSKK ഹൈസ്കൂൾ, കാനാജിഗുഡ SNES ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഈ മത്സരത്തിൽ വിദ്യാർത്ഥികൾക്കും പ്രായപൂർത്തിയായവർക്കും ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിലൂടെ സാമൂഹ്യചിന്തയുടെ പുതിയ ദിശ കണ്ടെത്താനും പുത്തനുണർവേകാനാണ് ലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിൽ മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ സംഭാവനകളെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം ഉത്ഭവിപ്പിച്ച ദാർശനിക ചിന്തകൾ, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം, സാമൂഹ്യ അസമതകളെ തകർത്ത് ജാതി മത വ്യത്യാസങ്ങളെ ഒഴിവാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ ഇന്നത്തെ കേരളത്തിലെ ആധുനിക സാമൂഹ്യ വ്യവസ്ഥയെ രൂപീകരിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ വചനങ്ങൾ ഇന്നും കേരള സമൂഹത്തിന്റെ അന്തർദൃഷ്ടി മാറ്റിയുള്ള പ്രേരണയാക്കി പ്രവർത്തിക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള സാംസ്കാരിക ഡയറക്ടറേറ്റിന്റെ ഭാഗമാണ് ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം അഥവാ SNISPC. ഗുരുദേവന്റെ മതാതീതവും മാനവീയവുമായ ദർശനം, ജീവിതം എന്നിവ പഠിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് ഗുരുവിന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഈ പ്രസ്ഥാനത്തിന്റെ ദർശനം ഒരു പുതു സാമൂഹിക ക്രമം സൃഷ്ടിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മത്തിനായി പരിശ്രമിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന, വിദ്യാഭ്യാസമുള്ള, നൈപുണ്യമുള്ള, അധ്വാനിക്കുന്ന, സത്യസന്ധമായ, പരസ്പര സഹായവും സഹാനുഭൂതിയുമുള്ള, സമാധാനം ഇഷ്ടപ്പെടുന്ന, സമത്വത്തിൽ അധിഷ്ഠിതമായ പരസ്പര ബന്ധങ്ങൾ, എല്ലാ കാര്യങ്ങളിലും ഐക്യം, വിവേചനം, അറിവ് തേടുകയും പ്രചരിപ്പിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക ക്രമം. ഇതിനായി നിരന്തരം സെമിനാർ, ചർച്ച, മത്സരങ്ങൾ, പ്രഭാഷണങ്ങൾ തുടങ്ങി അനേകം പരിപാടികൾ അനുസൃതം നടത്തുന്നുണ്ട്. ഇത് നിലനിർത്തുകയും വിശാലമായി പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ള ശ്രമമായാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തെലങ്കാന യൂണിറ്റ്, കേരള സർക്കാർ, ശ്രീനാരായണ അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ചെമ്പഴന്തി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രബന്ധരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ പ്രബന്ധരചനാ മത്സരം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെയും അതിന്റെ സമുദായ ചിന്താധാരയെയും കൂടുതൽ വെളിച്ചത്തിൽ കൊണ്ടുവരാനായി നടത്തപ്പെടുന്നു. 21-ാം നൂറ്റാണ്ടിൽ സമൂഹത്തിലെ വിവിധ പ്രശ്നങ്ങൾ, ജാതിവ്യവസ്ഥ, സാമൂഹ്യ ബന്ധങ്ങൾ ഇനിയും ഉന്നത മൂല്യങ്ങളിൽ തലകീഴായി നിലനിൽക്കുകയാണ്. ഈ മേഖലകളിൽ ഗുരുവിന്റെ ഉപദേശങ്ങൾ പുത്തൻ ദിശയിൽ മുൻപോട്ട് നീങ്ങാനുള്ള പ്രേരണ നൽകുന്നു. ഫെബ്രുവരി 16-ാം തീയതി ഫിറോസ്ഗുഡ NSKK ഹൈസ്കൂൾ, കാനാജിഗുഡ SNES ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഈ പ്രബന്ധരചനാ മത്സരം വിദ്യാർത്ഥികളായിരുന്നാലും പ്രായമുള്ളവരായിരുന്നാലും എല്ലാവർക്കും ഒരു കൂട്ടായ്മയും ചിന്താശേഷിയുള്ളതുമായ അരങ്ങിലേക്ക് എത്തുന്നതിന് മികച്ച പ്ലാറ്റ്ഫോമായി മാറും. 10 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ളവർക്ക് 200 വാക്കുകൾക്കുള്ളിൽ പ്രബന്ധങ്ങൾ തയ്യാറാക്കണം. ഈ വിഭാഗത്തിൽ ഇംഗ്ലീഷ് പ്രബന്ധം, ശ്രീനാരായണ ഗുരു പ്രവാചകനും സാമൂഹ്യ പരിഷ്കർത്താവും എന്ന വിഷയത്തിലും, മലയാളം പ്രബന്ധം, കേരള സാമൂഹ്യ പരിഷ്കരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക് എന്ന വിഷയം ഉൾപ്പെടുന്നു. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 250 വാക്കുകൾക്കുള്ളിൽ പ്രബന്ധങ്ങൾ തയ്യാറാക്കണം. ഇംഗ്ലീഷ് പ്രബന്ധം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ശ്രീനാരായണ ഗുരുവിന്റെ ആശയ പാരമ്പര്യത്തിന്റെ പ്രകാശത്തിൽ എന്ന വിഷയത്തിലാകും. മലയാളം പ്രബന്ധങ്ങൾ ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പങ്ക്, 1924-ലെ സർവ്വമത സമ്മേളനം എന്നീ വിഷയങ്ങളിൽ നടത്തപ്പെടും. മത്സരങ്ങളിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും ശ്രീ ലോറൻസ് പൗലോസ് 9848481435, ശ്രീ ദീപക് ദിവാകർ 995597278886 എന്നിവരുമായി ബന്ധപ്പെടുക. ഈ പ്രബന്ധങ്ങളിൽ 18 വയസ്സിനു മുകളിലുള്ളവരിൽ നിന്നുള്ള പ്രായോഗിക ചിന്തകൾ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനിക ആശയങ്ങളെ, സമൂഹത്തിലെ മാറ്റങ്ങൾ, അവബോധം, സമത്വം, ജാതിവ്യവസ്ഥ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച രീതിയിൽ പ്രതിഫലിപ്പിക്കും. ഇതിലൂടെ എങ്ങനെ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ പ്രായോഗികമായി പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയും സാമൂഹിക പുരോഗതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളും ഈ പ്രബന്ധങ്ങളിൽ അവതരിപ്പിക്കപ്പെടും. മത്സര വിജയികൾക്ക് കേരള സർക്കാർ ലഭ്യമാക്കുന്ന സർട്ടിഫിക്കറ്റുകളും ആധികാരിക സമ്മാനങ്ങളും ഉൾപ്പെടുന്ന ബഹുമതികൾ വിപുലമായ ഒരു ചടങ്ങിൽ മുഖ്യാതിഥികളായ പ്രഘോഷകർ വിതരണം ചെയ്യും. ഇത് പങ്കാളികൾക്ക് മികവ് തെളിയിക്കാനും ഗുരുവിന്റെ സന്ദേശങ്ങളോട് അടുത്തിരിക്കാൻ പ്രേരണ നൽകുന്ന ഒരു അവസരമായിരിക്കും. ഈ മത്സരത്തിലൂടെ ഓരോ തലമുറയും ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾക്കു പര്യാപ്തമായ വിവരണങ്ങൾ നൽകുകയും സമൂഹത്തിലെ ചിന്താശേഷി ഉയർത്താൻ ലക്ഷ്യമിടുകയും ചെയ്യും. സാമൂഹ്യ സാമ്യമില്ലായ്മ, ജാതിവ്യവസ്ഥ, ഭ്രാന്തമായ മതഭേദങ്ങൾ എന്നിവയുടെ നേരിടൽ ശ്രീനാരായണ ഗുരുവിന്റെ ദാർശനികം പ്രകാശിപ്പിക്കാൻ ഒരു വേദിയായിരിക്കും. വ്യക്തിത്വ വികസനവും സാമൂഹ്യ പരിഷ്കരണവും ഗുരുവിന്റെ ദാർശനിക വീക്ഷണങ്ങളുടെ പ്രകാശത്തിലേക്കുള്ള മാറ്റങ്ങൾ മലയാളി സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കാനുള്ള ശക്തമായ ഒരു ശ്രമമായിരിക്കും ഈ പ്രബന്ധ രചനാ മത്സരം.
ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.